ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ഷിലായപ്പൻ്റെ പ്രണാമം. ഞാൻ ഇന്നലെ ജോലി ചെയ്യുന്ന സാന്താക്രൂസിൽ നിന്നും പനവേലിലേക്ക് യാത്ര പോകുന്നതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ അവിടുന്ന് 3 മണിക്ക് ഇറങ്ങിയതാണ്. 6:30 ആയപ്പോഴാണ് ഫ്ലാറ്റിലെത്തിയത്. ഇത് ഞാൻ പനവേൽ സ്റ്റേഷനിൽ നിന്നും ഞങ്ങളുടെ ഫ്ലാറ്റിരിക്കുന്ന വാജ വില്ലേജിലേക്ക് പോകുന്ന വഴിക്ക് ഷൂട്ട് ചെയ്തെടുത്തതാണ്. പനവേൽ സ്റ്റേഷനിൽ നിന്നും 2 ഓട്ടോ മാറിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുകയുള്ളൂ. ആദ്യം നേരെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. അവിടുത്തെ ഒരാൾക്ക് 30 രൂപയാണ്, ഷെയർ ഓട്ടോയാണ്. അപ്പോൾ ഈ ഓട്ടോയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വേറെ ആൾക്കാരുമൊക്കെ അതിലുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോ നിർത്തും, ആളിനെ ഇറക്കും, പിന്നെ ആളിനെ കയറ്റും. അങ്ങനെയൊക്കെയാണ് യാത്ര. ഞാനിവിടെ എത്തുമ്പോൾ നല്ല സന്ധ്യയായി, ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു നാട്ടിൻപുറം പോലെയാണ് ഈ സ്ഥലമൊക്കെ. പിന്നെ അധികം ആൾതാമസമൊന്നുമില്ല. ഇവിടെ ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 6 വർഷമായി. കൊറോണയുടെ സമയത്താണ് വാങ്ങിച്ചത്. വാങ്ങാൻ ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷേ ഇതിപ്പം വിൽക്കാൻ പറ്റുന്നില്ല. എത്ര നാളുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്, വിൽക്കാനേ പറ്റുന്നില്ല. 25 ലക്ഷം രൂപയോളം ചിലവുണ്ട്. വെറുതെ ഇതിവിടെ കിടക്കുകയാണ്. ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ 6 മാസമേ താമസിച്ചിട്ടുള്ളൂ. കാരണം കൊറോണയുടെ സമയമായിരുന്നു. ഇവിടെ ജോലിയില്ല, വരുമാനമില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിരുന്ന സമയത്ത് പിന്നെ ഫ്ലാറ്റ് അങ്ങനെ പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ ബോംബെക്ക് പോയി വീട് വാടകയ്ക്ക് എടുത്ത് പിന്നെ എല്ലാവരും ഓരോരോ ജോലി കണ്ടുപിടിക്കുമായിരുന്നു. അപ്പം അന്ന് കൊറോണയുടെ സമയമായതുകൊണ്ട് പെട്ടെന്നൊന്നും ജോലിയില്ല. അയ്യപ്പൻ ചേട്ടൻ അന്ന് ജോലിയില്ലായിരുന്നു, മോൻ അന്ന് പഠിക്കുമായിരുന്നു, പിന്നെ മോളും പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആകെപ്പാടെ കിട്ടാൻ ഉള്ള ഒരു ചാൻസ് കെയർ ടേക്കർ വർക്കേ ഉള്ളൂ. കാരണം മറ്റു ജോലികളൊന്നും പോകാൻ പറ്റത്തില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, ട്രെയിനിലായാലും ബസ്സിലായാലും ഒരു പാസ് മതി. അങ്ങനെയാണ് ഞാൻ ഈ കെയർ ടേക്കർ ജോബിലേക്ക് വരുന്നത്. എന്തായാലും അതുകൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ നേരെയായി. കടങ്ങളൊക്കെ എത്ര ഉണ്ടായിരുന്നു, അതൊക്കെ വീടി. ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന 45ാമത്തെ വീടാണ്. അപ്പോൾ അറിയാമല്ലോ എൻ്റെ യാത്ര എത്രമാത്രം ഉണ്ടാകുന്നു. ഞാൻ ഒരുപാട് യാത്രകൾ, ജീവിതകാലം മൊത്തം യാത്രയാണ്. ഇതുവരെ ഞാൻ എങ്ങും സ്ഥിരമായിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ്, നല്ല ശുദ്ധവായുവൊക്കെ ഉള്ള സ്ഥലമാണ്. ഞങ്ങൾ താമസിക്കുന്നതിനും 3.5 കിലോമീറ്റർ അപ്പുറത്താണ് സിനിമാ നടൻ സൽമാൻ ഖാൻ്റെ ഫാം ഹൗസ് എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടൊന്നുമില്ല. ഞാനും അയ്യപ്പൻ ചേട്ടനും കൂടാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളത്. 3-4 മാസം കൂടുമ്പം വരും. ഞാൻ ഇന്ന് രാവിലെ ഒരു ഹോം ടൂറായിട്ടൊരു ചെറിയൊരു വ്ളോഗ് എടുത്ത് ഈ റൂമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ 1-2 വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അയ്യപ്പൻ ചേട്ടൻ വന്നത് കാരണം പിന്നീട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം പുള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പണിയൊന്നും നടക്കത്തില്ല. പിന്നെ 3-4 മാസം, ഇപ്പം ഞങ്ങൾ ജൂണിലാണ്